Hello മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണി ന്യൂസ്. സോ KTU BTech 2024 സ്കീം സ്റ്റുഡൻസിന് ഇപ്പോൾ S1 എക്സാംസ് ഒക്കെ കഴിഞ്ഞു. സോ പരീക്ഷകളൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാം ടഫ് ആയിട്ടുണ്ടെങ്കിലും ടെൻഷൻ ഒന്നും അടിക്കേണ്ട, നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. ഇല്ലെങ്കിലും നമുക്ക് ഇത് ക്ലിയർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. അപ്പോൾ S2 തുടങ്ങുമ്പോഴെങ്കിലും നമുക്ക് S1-ല് എന്തൊക്കെയാണോ നമുക്ക് പോരായ്മകൾ വന്നിട്ടുള്ളത്, നമ്മൾ കൃത്യമായിട്ട് പഠിക്കാത്തതുകൊണ്ടോ ഒക്കെ നമുക്ക് എക്സാം ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് S2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കാം. അപ്പൊ ആദ്യം എന്താണ് അറിയേണ്ടത്, S2-ൽ നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത് എന്ന് അറിയണം അല്ലെ. സോ ഓരോ ഗ്രൂപ്പുകളിലും വരുന്ന ഇമ്പോർട്ടന്റ് സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരും. ഒപ്പം തന്നെ നമ്മൾ ലേണിംഗില് കോഴ്സുകളും അവൈലബിൾ ആണ്, റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. S1-ൽ നമ്മളെ കോഴ്സിന് ജോയിൻ ചെയ്തവർക്കൊക്കെ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. കാരണം നമ്മളെ റിവിഷൻ ടൈമിലൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയി എക്സാമിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ 1-to-1 ട്യൂഷൻസ് വേണം എന്നുള്ള 1-to-1 ട്യൂഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സുകളിലാണെങ്കിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഏതൊക്കെ സബ്ജക്ട് ആണെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഗ്രൂപ്പ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഗ്രൂപ്പ് എ. ഇപ്പൊ ഗ്രൂപ്പ് എയില് ആദ്യം വരുന്ന, ഇനി ഗ്രൂപ്പ് ബിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മാത്സ്. ഓക്കെ, മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 2. ഫസ്റ്റ് മാത്സ് നമ്മൾ S1-ൽ പഠിച്ചു. ദെൻ ഫിസിക്സ് ഓർ കെമിസ്ട്രി, അഗൈൻ S1-ൽ ഏതാണോ ഫിസിക്സ് ആണെങ്കിൽ പിന്നെ കെമിസ്ട്രി, ആ രീതിയിൽ. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ഫ്രം ഹാർഡ്വെയർ എസെൻഷ്യൽ ടു വെബ് ഡിസൈൻ, നമ്മൾ ഗ്രൂപ്പ് എയുടെ തന്നെ കോമൺ സബ്ജക്റ്റ് ആണ് ഗ്രൂപ്പ് ബിക്കും വരുന്നത്. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രിപ്പിൾ CP BR RA and RU ഈ ബ്രാഞ്ചസിന് മാത്രം എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് പഠിക്കേണ്ടത്. അതായത് ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിന് പകരം എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആയിരിക്കും പഠിക്കേണ്ടത്. അപ്പൊ ആ ബ്രാഞ്ചുകാരെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രോഗ്രാമിംഗ് ഇൻ C, അത് ഗ്രൂപ്പ് A and B കോമൺ ആണ്. പിന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR, അതും എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ആണ്. ദെൻ ഒരു പ്രോഗ്രാം കോറും കൂടെ വരുന്നുണ്ട്. അപ്പൊ പ്രോഗ്രാം കോർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് നിങ്ങളുടെ ആ ഒരു സിലബസിൽ S2-ന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് അറിയാം. അപ്പൊ കോർ സബ്ജക്ട്, ഏതെങ്കിലും കോർ സബ്ജക്ട് ആയിരിക്കും നമുക്ക് ഇവിടെ പഠിക്കേണ്ടി വരുന്നത്. അപ്പൊ പ്രോഗ്രാം കോർ സ്റ്റാർട്ട് ചെയ്യാണ് S2 മുതൽ തന്നെ. അപ്പൊ ഓരോ ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഗ്രൂപ്പ് വൈസ് നമ്മൾ പറയുമ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കൂടെ പറയാം. അടുത്തത് ഗ്രൂപ്പ് സി ആണ്. ഗ്രൂപ്പ് സിയിൽ നമുക്ക് ആദ്യം അഗൈൻ മാത്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 2, അതായത് ഗ്രൂപ്പ് ബി ആൻഡ് സിക്ക് കോമൺ ആയിട്ടാണ് മാത്സ് വരുന്നത്, അതുകൊണ്ടാണ് അത് അങ്ങനെ പേര് വന്നിട്ടുള്ളത്. ദെൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് വരും. ദെൻ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്, ഇപ്പൊ ഗ്രാഫിക്സ് വരെയാണ്. നേരത്തെ മറ്റേ ഗ്രൂപ്പുകാർക്കാണ് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നത്, അപ്പൊ ഗ്രൂപ്പ് സിക്ക് ഇപ്പോഴാണ് ഗ്രാഫിക്സ് വരുന്നത്. ഇനി ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് സി ആൻഡ് ഡിക്ക് കോമൺ. അത് നേരത്തെ ഗ്രൂപ്പ് A and B പഠിച്ചുകൊണ്ടിരുന്നതാണ് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. പക്ഷേ സിലബസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഗ്രൂപ്പ് സി ആൻഡ് ഡിയുടെ സിലബസിൽ വരുമ്പോൾ. പിന്നെ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്ന് പറയുന്ന എല്ലാ ബ്രാഞ്ചിനും കോമൺ ആണ്. അഗെയിൻ ഒരു പ്രോഗ്രാം കോറും കൂടെ വരുന്നുണ്ട്. പ്രോഗ്രാം കോറിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ലാസ്റ്റ് ഗ്രൂപ്പ് ഡി ആണ്. ഗ്രൂപ്പ് ഡിയില് മാത്തമാറ്റിക്സ് ഫോർ ലൈഫ് സയൻസ്, ദെൻ ഫിസിക്സ് ഓർ കെമിസ്ട്രി, ദെൻ ബേസിക് മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR ആൻഡ് പ്രോഗ്രാം കോർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഓരോ ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് സബ്ജക്ട് വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സസ്, റെക്കോർഡഡ് ട്യൂഷൻ കോഴ്സസ് നമ്മൾ ലേണിനോ ആപ്പിൽ അവൈലബിൾ ആണ്. ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സുകൾ കാണാനായിട്ട് സാധിക്കും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് S2-ലുള്ള ഈ പറഞ്ഞ സബ്ജക്ട്സിന്റെ ഒക്കെ നമ്മൾ പ്രോഗ്രാം കോർ നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പൊ ബാക്കി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ ഇപ്പൊ ഇതിലാണെങ്കിൽ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അങ്ങനെ ഓരോ ഗ്രൂപ്പിലും നിങ്ങൾക്ക് അത് ആ ഒരു കോഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏതൊക്കെ സബ്ജക്റ്റ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് ജോയിൻ ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓരോ സബ്ജക്ട് വൈസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് വൈസ് സിലബസ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.